ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനാണ് എന്റെ തീരുമാനം. എന്തോ വെറുതെ തമാശ കളിക്കാണ്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കും മാഷെ. തമാശ കളിക്കേ ചേച്ചി, നമ്മൾ ഈ സൗജന്യ യാത്ര ലഭിക്കാത്തതിലാണോ പ്രതിഷേധം? തീർച്ചയായിട്ടും സൗജന്യ യാത്ര ലഭിക്കാത്തതിൽ തന്നെയാണ് പ്രതിഷേധം. ആണോ? വളരെ നന്നായി സുശീല, വളരെ നന്നായി. കുറുപ്പേ വേഗം പോയി ചായ വാങ്ങിച്ചോണ്ട് വാ. ഈ സൗജന്യ യാത്ര കിട്ടുന്നവിടം വരെ കേരളത്തിലെ മഹിളാ മോർച്ച ശക്തമായിട്ട് തന്നെ തെരുവിലിറങ്ങും. എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു നല്ല ജീവിതം കിട്ടുന്ന പൊൻപുലരിക്ക് വേണ്ടിയാണ് ഈ ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെ. കൃത്യമായി വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് എല്ലാ KSRTC ബസ്സിലും കയറി ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഉൾപ്പെടെ ഇന്ധനവില ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ട്. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലും ആവാം. ഞാൻ ചോദിച്ചല്ലോ, ഫസ്റ്റിലെ റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ഫസ്റ്റിലെ ചോദിച്ചല്ലോ, സഹോദര ആ വാഗ്ദാനങ്ങൾ നൽകിയല്ലേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. ടിക്കറ്റ് എടുത്ത് മാത്രമേ യാത്ര ചെയ്യാനാകൂ എന്നും അറിയിച്ചു. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്നാണോ? അവരോടൊന്ന് ചോദിക്കാമോ? സർക്കാർ വന്നിട്ടല്ലേ സൗജന്യമെന്ന്? മന്ത്രിസഭ ഇതുവരെ അധികാരത്തിൽ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഉറപ്പാണോ? ഞങ്ങളുടെ ഉറപ്പാണോ? ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഭരണഘടനാപരമായ ഒരു സർക്കാർ വരാതെ എങ്ങനെ വാഗ്ദാനം നടപ്പിലാക്കും? വാഗ്ദാനം പറയാൻ തയ്യാറാവരുത്. ആദ്യ മന്ത്രിസഭ കൂടിയതിനു ശേഷമല്ലേ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്? നടന്നില്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. സൗജന്യ യാത്ര കിട്ടിയോ നിങ്ങൾ? ഞങ്ങൾ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് സൗജന്യ യാത്ര. അതല്ലെങ്കിൽ ബസ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ലാതെ ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഓർഡറില്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരൂലേ? അതൊന്നും ഈ പപ്പനും തെണ്ടിപ്പൊട്ടികൾക്ക് മനസ്സിലാവാത്ത എന്താ? കണ്ടക്ടർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ പ്രവർത്തകർക്ക് ഈ ടിക്കറ്റ് നൽകുകയായിരുന്നു. അവളാണ് മിടുക്കി, സ്മാർട്ട്. പ്രതിഷേധം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സ്വന്തം നിലയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി 22 വനിതാ പ്രവർത്തകർക്കാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. 22 പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്കുള്ള ടിക്കറ്റ്, ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. ആ ടിക്കറ്റ് കണ്ടക്ടറുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അത് പിന്നെ ശുദ്ധ